മദ്യത്തിന് വില കൂട്ടിയ സംസ്ഥാന സർക്കാർ. ഒരു കുപ്പി മദ്യത്തിന് ശരാശരി 10% വിലവർധന ഉണ്ടാകും. സർക്കാർ മദ്യമായ ജവാന് 10 രൂപയാണ് കൂട്ടിയത്. അജീഷ് ജയകുമാർ വിവരങ്ങൾ വച്ചിരുന്നു. അജീഷ്, ചില പ്രതിഷേധങ്ങൾ കട്ടപ്പാലെടുത്ത് കക്കാറിനെയും കൂടെ എന്നൊക്കെ ചില കമന്റ് ബോക്സിൽ ചില ആളുകൾ ആഞ്ഞടിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മദ്യക്കമ്പനികൾ വില കൂട്ടാൻ പറഞ്ഞു, അങ്ങ് വില കൂട്ടി, അതാണോ ന്യായം? ഗുഡ് മോർണിംഗ് അജീഷ്. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. എന്തായാലും നേരത്തെ തന്നെ സർക്കാരും മദ്യക്കമ്പനികളുമായി ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. ഈ മദ്യവില നിശ്ചയിക്കുന്നതെന്ന് പറയുമ്പോൾ ബെബ്കോയും അതേപോലെ തന്നെ ഈ മദ്യക്കമ്പനികൾ തമ്മിൽ ഒരു റേറ്റ് കോൺട്രാക്ട് ഉണ്ട്. ഈ കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ വിൽക്കുന്ന മദ്യങ്ങളുടെ വില നിശ്ചയിക്കുന്നത്. നേരത്തെ തന്നെ ഈ റോ മെറ്റീരിയൽസിന്റെ വിലവർദ്ധനവിന് ചൂണ്ടിക്കാട്ടി ഈ സംസ്ഥാനത്തെ മദ്യവില കൂട്ടണമെന്ന് മദ്യക്കമ്പനികൾ ആവശ്യപ്പെട്ടിരുന്നു. എല്ലാ കൊല്ലവും മദ്യക്കമ്പനികൾ ഇങ്ങനെ ആവശ്യപ്പെടാറുണ്ടെങ്കിലും ചില കൊല്ലങ്ങളിലൊക്കെ സർക്കാർ ഇതിന് വഴങ്ങിക്കൊടുക്കും, വിലവർദ്ധനവ് നടപ്പിലാക്കും. അങ്ങനെയാണ് ഇത്തവണയും ഇത് നിശ്ചയിച്ചത്. 10% വില വർധനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അതായത് ജവാൻ അടക്കമുള്ള മദ്യങ്ങൾക്ക് 640 രൂപയായിരുന്നു 1 ലിറ്ററിന്. ഇനി മുതൽ 650 രൂപ നൽകണം. 1000 താഴെയുള്ള മദ്യങ്ങൾക്ക് 10 രൂപ മുതൽ 50 രൂപ വരെയും അതിന് മുകളിലുള്ള മദ്യങ്ങൾക്ക് 100 മുതൽ 130 രൂപ വരെ വില കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഈ എലപ്പുള്ളിയിലെ ബ്രൂവറി പ്ലാന്റ് അനുമതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ പ്രതിപക്ഷം കടന്നാക്രമിക്കുന്ന ഒരു സമയത്താണ് സർക്കാർ ഇങ്ങനെ മദ്യവില കൂട്ടുന്നത്. ഓക്കെ, അങ്ങനെ ആ മദ്യവില കൂട്ടിയതിൽ ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലേ എന്നൊക്കെയുള്ള ചില കമൻറ്റുകൾ കണ്ടു. ഷെയർ ഇടുന്നതിൻ്റെ പൈസ കൂട്ടി കൊടുക്കേണ്ടി വരുമല്ലോ, ശമ്പളം കൂട്ടി ചോദിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചില പ്രതിഷേധങ്ങൾ കൂടി കമൻറ്റ് ബോക്സിലുണ്ട് എന്ന് പറയുകയായിരുന്നു.